കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 2 റെഡ് ടെയിൽ ജയന്റ് ഗൗരാമികളെ വാങ്ങിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ സൈസ്, പ്രൈസ്, അതുപോലെ തന്നെ ഫാമിൻ്റെ ഡീറ്റെയിൽസ്, നമ്മൾ വാങ്ങിയ ഫാമിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ ഫാമിൽ നിന്ന് എടുത്ത വീഡിയോ ക്ലിപ്പുകളൊക്കെ ആയിരുന്നു നമ്മൾ കൂടുതലും കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇവരെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന് ഇതുപോലെ ടബ്ബുകളിലേക്ക് ഇറക്കി വിടുന്ന വീഡിയോ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന അന്ന് തന്നെ ഇങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 ദിവസം ആയിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടബിലെ വെള്ളം നമ്മൾ ഫ്രഷ് ആയിട്ട് നിറച്ച വെള്ളമാണ്. പക്ഷേ നമ്മൾ ഇന്ന് ചെയ്തതല്ല, നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇത് ഫ്രഷ് വെള്ളമായിട്ട് നിറച്ചിട്ട് അതിനകത്ത് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം അത്യാവശ്യം കണ്ടീഷനായിട്ട് വരുന്നുണ്ട്. ഇത് ആൽഗി അടിച്ച് കിടന്നിരുന്ന ഒരു ടബ്ബായിരുന്നു. ഇതിനകത്ത് വെള്ളം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ വാട്ടർ ചേഞ്ച് കൊടുക്കുമ്പോൾ നമുക്കറിയാലോ, ഇത് പിന്നീട് ആ ഒരു സ്റ്റേറ്റിലേക്ക് ആയി വരാനായിട്ട് കുറച്ച് ദിവസങ്ങളെടുക്കും. ആൽഗി അടിച്ച് കിടക്കുന്ന ഒരു ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഇവരെ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഇറക്കി വിടാം. കാരണം ഇവർക്ക് അത്ര സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് ആൽഗി ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാൽവീനിയ ചെടി ഇതുപോലെ ഫ്ലോട്ട് ചെയ്യിച്ച് ഇട്ടിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ ഫാമിലെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ എന്തെങ്കിലും ഇല പോലെ മുകളിൽ ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം അവർക്ക് സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ മറ പോലെ ഇട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിലേക്ക് മെത്തലിൻ ബ്ലൂ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ മെത്തലിൻ ബ്ലൂ ഇല്ല, അതുകൊണ്ട് ഞാൻ സോൾട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ പുതിയതായിട്ടൊക്കെ മീനെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും വെള്ളത്തിൽ ഇതുപോലെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം മീനുകൾ ഓൾറെഡി സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പോൾ അതുവഴി അവരുടെ ഇമ്മ്യൂണിറ്റി താഴ്ന്നു പോകുന്ന സമയത്ത് അസുഖങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിക്കോഷനായിട്ടാണ് ഇതുപോലെ നമ്മൾ എന്തെങ്കിലും വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. ഈ മീനുകൾക്ക് തീർച്ചയായിട്ടും കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാമിൽ ഇവർ കിടന്നിരുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്കിലാണ്. മാത്രമല്ല ആൽഗി അടിച്ച് കിടന്നിരുന്ന ടാങ്കാണ്. അപ്പോൾ അവരൊരു ഡാർക്ക് ആംബിയൻസിലാണ് ഓൾറെഡി കിടന്നിട്ടുണ്ടായിരുന്നത്. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആംബിയൻസിലാണ്. പെട്ടെന്ന് ഇതുപോലെ നമ്മൾ കൊണ്ടുവന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിൽ ലൈറ്റ് ഡയറക്റ്റ് അടിക്കുന്ന ആ ഒരു സെറ്റപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് സ്ട്രെസ് വരും. മാത്രമല്ല നിങ്ങളിപ്പോൾ അവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർ കണ്ടിന്യൂസ് ആയിട്ട് ബ്രീത് ചെയ്യുന്നുണ്ട്. മുകളിൽ നിന്ന് എയർ എടുക്കുന്നത് കണ്ടില്ലേ, കണ്ടിന്യൂസ് ആയിട്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്ട്രെസ് വരുമ്പോഴാണ് കൂടുതലും ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റ് ഇവരെ ആ ടബുകളിലേക്ക് ആഡ് ചെയ്യാം, പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങളെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടെയ്നറിൽ ഇട്ടാൽ മാത്രമേ എനിക്ക് നിങ്ങളെ കാണിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കണ്ടെയ്നറിൽ ഇട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. നമ്മൾ ഇത് എല്ലായ്പ്പോഴും ചെയ്യാറുള്ളതാണ്. പുതിയ മീനുകളൊക്കെ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ വാട്ടർ ചേഞ്ചിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാറുണ്ട്. എല്ലാ സൈഡിൽ നിന്നുള്ള വ്യൂ ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ടബ്ബ് നമ്മൾ നേരത്തെ കാണിച്ച പോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള 2 ഇഞ്ച് വരുന്ന റെഡ് ടെയിൽ ജയന്റ് ഗൗരാമികൾ. കുറേ നാളായിട്ട് നമ്മൾ വാങ്ങണമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ നമ്മൾ അവസാനം വാങ്ങി. ഇനി ഇതിനെ കെയർഫുള്ളായിട്ട് വളർത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഫാമിലെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡ് ടെയിൽ ജയന്റ് ഗൗരാമികൾ കുറച്ച് സെൻസിറ്റീവാണ് മറ്റ് വെറൈറ്റിയിൽ പെട്ട ഗൗരാമികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇവർക്ക് ഫംഗസ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് നമ്മൾ ഇവരെ കുറച്ചും കൂടി നന്നായിട്ട് നമ്മൾ മറ്റ് വെറൈറ്റികളെക്കാളും കൂടുതലായിട്ട് ഒന്ന് ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിലൊന്നും ഇതുവരെ ജയന്റ് ഗൗരാമികൾക്ക് ഫംഗസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. 3 വെറൈറ്റികൾക്കും, ബ്ലാക്ക്, പിങ്ക്, ആൽബിനോ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇവരെയും ആ ഒരു രീതിയിലായിരിക്കും കാണാനായിട്ട് സാധ്യത. അങ്ങനെയാണ് വരേണ്ടത്. പക്ഷേ അവിടുന്ന് ഫാമിൽ നിന്ന് ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം വരാൻ ഇവർക്ക് സാധ്യതയുണ്ട്. കുറച്ച് സെൻസിറ്റീവാണ് മറ്റ് ജയന്റ് ഗൗരാമി വെറൈറ്റികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്, വാട്ടർ ക്വാളിറ്റിയുടെ കാര്യത്തിലും ബാക്കിയുള്ള കാര്യത്തിലും. മാത്രമല്ല നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കേണ്ടത് തന്നെയാണ്. കാരണം ഇത് എക്സ്പെൻസീവ് ആയിട്ടുള്ള വെറൈറ്റിയാണ്. ഈ 3 വെറൈറ്റികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് പ്രൈസ് കൂടുതൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ മറ്റ് വെറൈറ്റീനേക്കാളും കൂടുതൽ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. പിന്നെ പ്രൈസിൻ്റെ കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല ഈ വീഡിയോയിൽ. ഇത് 2 ഇഞ്ചാണ്. നമ്മൾ ഒരു പീസിന് 300 രൂപയ്ക്കാണ് വാങ്ങിയത്. നമ്മൾ വാങ്ങിയ ഫാമിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കമൻറ്റ് സെക്ഷനിൽ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ടബിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവരെ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ അറ്റ്ലീസ്റ്റ് ഇവരെ ഡിസ്റ്റർബ് ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ലത്. വല്ലാതെ വെള്ളത്തിൽ പോയി എന്താ പറയുക, എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഒന്നും ചെയ്യാതെ ജസ്റ്റ് മോണിറ്റർ ചെയ്യുക മാത്രം. അതായത് അവർക്ക് കുറച്ച് തീറ്റ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് മോണിറ്റർ ചെയ്യുക അവർ എല്ലാം ഓക്കെ ആണോ എന്നുള്ളത്. ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്ത്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ ഇവരെ വാങ്ങിയിട്ട്. ഇത് ആദ്യത്തെ ദിവസം ഇട്ട് കൊടുക്കുന്ന നേരത്ത് ഇവരെ ഇതിലേക്ക് ഇടുന്ന നേരത്തെ എടുത്ത വീഡിയോ ആണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം ഇട്ട ദിവസം ഞാൻ ഫീഡിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. രണ്ടാമത്തെ ദിവസം ഞാൻ കുറച്ച് പെല്ലറ്റ് ഫുഡ് ഇട്ട് കൊടുത്തിരുന്നു, നമ്മുടെ ബീറ്റാ ഫിഷിന് കൊടുക്കുന്ന ഏറ്റവും ചെറിയ പെല്ലറ്റ്. അത് ഇവർക്ക് ഓക്കെയാണ്. അത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ വന്ന് നോക്കിയപ്പോൾ അവർ ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ട്. ഇവരുടെ കാഴ്ചയിൽ അത് പെടാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ പ്രസ് ചെയ്ത് താഴത്തേക്ക് സിങ്ക് ചെയ്യിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ മുകളിൽ ഫ്ലോട്ട് ചെയ്യിച്ചിട്ട് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ ചെടികളുടെ ഇടയിലൊക്കെ പോയിട്ട് ഈ പെല്ലറ്റ് അവർക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പിന്നെ അവിടെ കിടന്ന് അത് ചീഞ്ഞ് ഈ എന്താ പറയുക ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് പെല്ലറ്റ്, ഒരു 5-6 പെല്ലറ്റ് എടുത്ത് പ്രസ് ചെയ്ത് താഴേക്ക് ഇട്ട് കൊടുത്തിരുന്നു. ഓവറായിട്ടൊന്നും ഈ ഒരു സമയത്ത് ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർ ഓൾറെഡി സ്ട്രെസ്സിലായിരിക്കും. അതുകൊണ്ട് കുറച്ച് ഫുഡ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. കാരണം തീർച്ചയായിട്ടും അവർക്ക് ചെറിയ വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ വിശപ്പ് തോന്നുന്ന സമയത്ത് അവരുടെ കൺമുമ്പിൽ ഫുഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് വന്ന് കഴിക്കും. അതുകൊണ്ട് താഴേക്ക് തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അത് ഫുള്ളായിട്ട് തന്നെ അവർ കഴിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനെ സ്ലോ ആയിട്ട് നമ്മൾ പതുക്കെ പതുക്കെ അവരെ നമ്മളുമായിട്ടങ്ങ് അഡാപ്റ്റ് ചെയ്യിച്ച് കൊണ്ടുവന്നാൽ മതി. അതാണ് നമ്മളുടെ പ്ലാൻ. അങ്ങനെ വർക്കൗട്ട് ആവണമെന്നില്ല, എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യുക. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവിട്ട് പോകുന്ന കാര്യങ്ങളുണ്ട്, അത് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആംബിയൻസിലേക്ക് അവരെ ഇറക്കി വിട്ടാൽ മതി. ഇതിലേക്ക് ഡയറക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൽഗെ വാട്ടർ അല്ല, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലൈറ്റും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ അവർക്ക് സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്ത് നമ്മളിങ്ങനെ ചെടികളും കാര്യങ്ങളും ഫ്ലോട്ട് ചെയ്ത് ഇട്ടിട്ടുള്ളത്. ഇങ്ങനെ ചെടികൾ വല്ലാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടാലും വെള്ളത്തിൽ ആൽഗെ ഫോം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം സൺലൈറ്റിന് ഈ ചെടി ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞ് ഇവർ ഒന്ന് തീറ്റയൊക്കെ എടുത്ത് കുറച്ചൊന്ന് സെറ്റായി വരുന്ന സമയത്ത് പതുക്കെ പതുക്കെ ഈ ചെടികൾ മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഞാൻ പ്രിഫർ ചെയ്യുന്നത് ആൽഗെ വാട്ടറാണ്. വെള്ളം നല്ല രീതിയിൽ കണ്ടീഷനായിട്ട് എടുക്കാനും അതുപോലെ തന്നെ ഇവരുടെ കളറും കാര്യങ്ങളൊക്കെ റീറ്റെയിൻ ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ആൽഗെ വാട്ടറാണ് കൂടുതൽ നല്ലത്. തുടക്കത്തിൽ ഇതുപോലെ വെള്ളം ക്ലിയർ ആയി നിൽക്കുന്ന സമയത്ത് ചെടികളിട്ട് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ഉണ്ടാക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൽഗെ വാട്ടർ പ്രൊമോട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്, എല്ലാവരും അങ്ങനെ ചെയ്തുകൊള്ളുന്നില്ല. ഇങ്ങനെ ചെടികളിട്ട് വളർത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വളർത്താൻ പറ്റും. അതായത് ഇതുപോലുള്ള ഒരു ടബിലോ അല്ലെങ്കിൽ ടാങ്കിനോ അകത്ത് ഒരു 50% അല്ലെങ്കിൽ 75%, 50% ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. മാത്രം ചെടികളിടുക, പകുതി ഭാഗം തുറന്നിടുക, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ വളർത്താം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏതെങ്കിലും രീതിയിൽ വെള്ളത്തിൽ ആൽഗെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ചെടിക്ക് അത് ഭീഷണിയാണ്. അതായത് ടാങ്കിൻ്റെ ഒരു പകുതി ഭാഗം നമ്മൾ ചെടി കവർ ചെയ്യുന്നു, പകുതി ഭാഗം തുറന്നിടുന്നു. അങ്ങനെ വന്നാലും ചില സാഹചര്യങ്ങളിൽ ആ തുറന്നിടുന്ന ഭാഗത്ത് ആൽഗെ ഫോം ചെയ്ത് വരാറുണ്ട്. പിന്നീട് അത് ഈ ചെടി മൊത്തമായിട്ട് നശിച്ചു പോകും. പ്രത്യേകിച്ച് ഇതുപോലുള്ള ലൈറ്റായിട്ടുള്ള ഇലകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് തിക്കായിട്ട് വളർന്നു വരാറുണ്ട്. അങ്ങനെ നല്ല വലിയ സൈസിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ആൽഗെ വാട്ടറിലൊക്കെ അത്യാവശ്യം അത് പിടിച്ച് നിൽക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അവരെ ഈ ടബുകളിലേക്ക് ഇറക്കി വിട്ടു. 2 ദിവസമായിട്ടുണ്ട്. അവർ ഫുഡൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് വന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അവർക്ക് പ്രശ്നവും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഫ്യൂച്ചർ വീഡിയോസായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.